നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലാണുള്ളത്. ബാങ്കോക്കിൽ നിന്ന് ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ ഞാനിത് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതായത് ഞാൻ ആദ്യമായി യൂട്യൂബ് വീഡിയോ ചെയ്ത് തുടങ്ങിയ കാലത്ത് ഞാൻ ഈ സ്ഥാപനത്തെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നത് വെച്ചാൽ എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ തുടക്കമായിരുന്നു. അതായത് നമ്മൾ വീഡിയോകളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങിയൊരു കാലമായിരുന്നു. രണ്ടാമത് അന്ന് എൻ്റെ കൂടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ സുഹൃത്ത് ജിസ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നന്നായിട്ട് ഈ സംഭവം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കോണ്ടം ഹോട്ടലാണ്, കോണ്ടം റെസ്റ്റോറൻ്റ് എന്നാണ് പറയേണ്ടത്. അതായത് ഇവിടുത്തെ തീമെല്ലാം കോണ്ടം അഥവാ ഗർഭ നിരോധന ഉറയാണ്. ഇത് കേൾക്കുമ്പോൾ സദാചാരവാദികളായ മലയാളികളുടെയൊക്കെ മുഖം ചുളിയെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ വളരെ സദാചാരബോധം കാത്തു സൂക്ഷിക്കുന്ന ജനതയാണല്ലോ. കോണ്ടമൊക്കെ ഇത്ര പരസ്യമായിട്ട് പറയാമോ എന്നൊരു ചോദ്യം പോലും മനസ്സിലുണ്ടാകാം. പക്ഷേ കോണ്ടം ഒക്കെ ഒരു യാഥാർത്ഥ്യമാണല്ലോ, അവിടെ പറയാനൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഹോട്ടലിലെ തീം കോണ്ടമാണ്. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്നത് കോണ്ടം മെഴുക്കുവരട്ടി, കോണ്ടം തോരൻ, കോണ്ടം സാമ്പാർ അങ്ങനെയൊന്നും അല്ല കേട്ടോ. തീം മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന അല്ലെങ്കിൽ തായ്ലൻഡിലെ ആഹാരം തന്നെയാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ക്യാബേജസ് ആൻഡ് കോണ്ടംസ് റെസ്റ്റോറൻ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ക്യാബേജും കോണ്ടവുമായിട്ടുള്ള ബന്ധമെന്ന്. സംഭവം എന്താ വെച്ചാൽ ഈ തായ്ലൻഡിൽ ഏറ്റവും അധികം ആൾക്കാർ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാബേജാണ്. അതായത് എല്ലാ ഫുഡിലും ഒരു ക്യാബേജ് കൂടെ ചേർക്കും, അല്ലെങ്കിൽ സലാഡിലെല്ലാം ക്യാബേജ് ഉണ്ട്. അതും പിന്നെ കോണ്ടം. തീർച്ചയായിട്ടും ഇതൊരു സെക്സ് ടൂറിസത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കോണ്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇവരുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാം. വി ആർ അറ്റ് ക്യാബേജസ് ആൻഡ് കോണ്ടം. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കോണ്ടത്തിൻ്റെ അകത്ത് തലയിട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം. ഇവിടെ നമ്മൾ കാണുന്നു കോഫി ആൻഡ് കോണ്ടംസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്. റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്കാണ്. ഇവിടുത്തെ രസകരമായ സംഭവങ്ങൾ കാണുക. വാ മോനെ ജിസേ, ഈ കാണുന്ന ഈ ലാംപ് ഷെയ്ഡ് ഇത് മുഴുവൻ കോണ്ടമാണ്. കോണ്ടത്തിൽ പൊതിഞ്ഞ രാത്രി എന്നൊക്കെ പറഞ്ഞ പോലെ കോണ്ടത്തിൽ പൊതിഞ്ഞ ലാംപ് ഷെയ്ഡാണത്. എവിടെ നോക്കിയാലും ഫ്രം കോണ്ടംസ് ടു ക്യാബേജസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെച്ചായ് വിരവൈദ്യ എന്ന ആളാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ് ഈ കാണുന്നത്, ഫ്രം കോണ്ടംസ് ടു ക്യാബേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് മിസ്റ്റർ വിരവൈദ്യ തുടങ്ങിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ 1974 ഇദ്ദേഹം ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ പോപ്പുലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു NGO ആണ്. ഈ NGOയുടെ ഒരു സ്ഥാപനമാണ് ക്യാബേജസ് ആൻഡ് കോണ്ടംസ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ 1970-കളിലൊക്കെ തായ്ലൻഡിലെ ഓരോ വീട്ടിലും മിനിമം 7 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുടുംബാസൂത്രണം ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അതിനുശേഷം പിന്നെ HIV, അതായത് എയ്ഡ്സിനെ പ്രതിരോധിക്കുന്ന മാർഗ്ഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് കോണ്ടത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. സേഫ് സെക്സ് ഫോർ ഓൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പല തരത്തിലുള്ള കോണ്ടങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ പങ്ക്, ദ ക്ലൗൺ, ദ സ്മോക്കർ, ദ സ്കിയർ, ഓർഡർലി എന്നൊക്കെ പറഞ്ഞ് പല തീമുകളുള്ള കോണ്ടങ്ങൾ. പിന്നെ നമുക്ക് കാണാവുന്നത് ഇവിടെ ഒരു ഷോപ്പാണ്. ഈ ഷോപ്പിലെല്ലാം കോണ്ടം ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഹായ്. ഇതാണ് കോണ്ടം ഉടുപ്പ് എന്ന് പറയുന്നത്. കോണ്ടം ഫ്രോക്ക് എന്നായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഇത് വലിയ ക്വാണ്ടം തിയറിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. സാധാരണ കോണ്ടം ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ഇത് കോണ്ടം ഉപയോഗിച്ചുള്ള ഫ്ലവർ വേസൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ നമ്മുടെ സദാചാരനിഷ്ഠമായ ജീവിതത്തിൽ ഇതൊന്നും പറ്റില്ല എന്നറിയാമെങ്കിൽ പോലും പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഏതൊരു വീട്ടിലേക്കും ഒളിഞ്ഞു നോക്കുകയും തരം കിട്ടിയിൽ അവിടെ കയറുകയും ചെയ്യുന്നവരാണ് മലയാളിയെങ്കിലും ഈ സദാചാരബോധം പറച്ചിലിൽ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ മുഖം ചുളിക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെയൊക്കെ കോണ്ടം തൊപ്പി, കോണ്ടം ബ്രൂച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, തലയിൽ വയ്ക്കുന്നതല്ലേ. അതിൻ്റെ കൊണ്ട് സേഫ്റ്റി പിന്നുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടോ കോണ്ടം കീ ചെയിനുകളൊക്കെയാണ്. മോർ ദാൻ ജസ്റ്റ് എ കീ ചെയിൻ. 50 ബാട്ടാണ്. അത് ഇവിടുത്തെ 50 പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 100 രൂപ വരും. ഇത് മനോഹരമായൊരു കോണ്ടം ലാംപ് ഷെയ്ഡാണ് ഈ കൊടുത്തിരിക്കുന്നത്.
ഇത് കോണ്ടം ഇട്ട ചായപ്പൊടിയല്ല കേട്ടോ, സാധാരണ പ്രീമിയം ചായപ്പൊടിയാണ്. കണ്ടോ ഇവിടെ കുഞ്ഞു 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 കോണ്ടം ഉപയോഗിച്ചുള്ള ഫ്ലവർ വേസുകൾ കാണാം. പിന്നെ ഇവിടെ എല്ലാം ടീഷർട്ടുകളെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സേഫ് സെക്സ് എങ്ങനെയാണെന്നുള്ളതാണ്. നോ ഗ്ലൗ നോ ലവ്, സേഫ് സെക്സ് ഫോർ ഓൾ, സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, വി ടുക്ക് ഓഫ് ക്ലോത്ത്സ് ഐ ഗോട്ട് ഓൺ. വേണ്ട, അത് ഞാൻ വായിക്കുന്നില്ല. നമ്മൾ വീടുകളിലൊക്കെ കാണുന്നൊരു പ്രോഗ്രാം ആയതുകൊണ്ട് അത് വായിക്കുന്നില്ല. എങ്കിൽ പോലും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ പ്രതിരോധത്തിനും, അതായത് എയ്ഡ്സിനുള്ള പ്രതിരോധം, കുടുംബാസൂത്രണം, അതൊക്കെയാണല്ലോ ഇവരുടെ ഒരു തീമെന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഇതുണ്ടോ, പല കോണ്ടങ്ങളുടെ പല മാതൃകകൾ വരുന്ന കപ്പുകളാണ്. കോണ്ടം കോഫി മഗ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കോണ്ടം 4GB മെമ്മറി എന്താണെന്ന് കണ്ടല്ലോ അല്ലേ. ഇത് അതിൻ്റെ ഷേപ്പൊക്കെ കാണുക. ഇത് കോണ്ടം വാച്ചാണോ? അല്ല, സാധാ വാച്ചാണ്. ഇത് മുഴുവൻ കോണ്ടം ഉപയോഗിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഷോപ്പിൽ കാണാവുന്നത്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കാം. റെസ്റ്റോറൻറ്റിലാണ് രസകരമായ പല കാഴ്ചകളും ഉള്ളത്. പുഷ് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഈ കാണുന്ന യുവതി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായും കോണ്ടങ്ങളാണ്. കോണ്ടങ്ങൾ കണ്ടോ, ഈ ഹാറ്റടക്കം എല്ലാത്തിലും കോണ്ടമാണ്. ഈ കാണുന്ന ലാംപ് ഷെയ്ഡ് കോണ്ടമാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇത് ഇവരുടെ NGO ചെയ്യുന്ന പല ആക്ടിവിറ്റീസാണ്. ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും ഫാമിലി പ്ലാനിങ്ങിൻ്റെയും മറ്റും അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള പരിപാടികളുടെയൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഡിഷുകൾ എന്തൊക്കെയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം സാധാരണ രീതിയിലുള്ള ഡിഷുകൾ. മെയിൻ കോഴ്സ് നമ്മളിന്ന് ഇവിടുന്ന് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വല്ല ഫ്രൈഡ് റൈസൊക്കെ കിട്ടുമോ നോക്കാം. അപ്പോൾ നമ്മളിനി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയും കോണ്ടം ഉണക്കാനിട്ടതുപോലെയുള്ള ഒരു സ്ഥലമാണ്. ഇതൊക്കെ കണ്ടല്ലോ, പലതരം കോണ്ടങ്ങൾ. നമുക്ക് ആദ്യമൊക്കെ ഒരു ചിരി വരുമെങ്കിലും പിന്നെ എൻ്റെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ ചിരിയൊന്നും വരില്ല കേട്ടോ, ഒരു മറ്റൊരു സത്യമാണ്. ഇനി ഉള്ളിലേക്ക് വരാം. ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇത് കോണ്ടം അപ്പൂപ്പൻ, കോണ്ടം യുവാവ് എന്നൊക്കെ പറഞ്ഞു. എല്ലാം കോണ്ടമാണ്, ഇവരുടെ ഡ്രസ്സിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടമാണ്. സത്യത്തിൽ ചെയ്തെടുക്കാൻ എത്രത്തോളം സമയം വേണ്ടിയെന്ന് കാണുമെന്ന് നിങ്ങൾ നോക്കുക. ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ കോണ്ടം. ഇതൊരു പട്ടിക്കുട്ടിയാണെന്ന് തോന്നുന്നു. അതോ അല്ല, പട്ടിക്കുട്ടിയല്ല, ഒരു മൃഗത്തിൻ്റെ സംഭവമാണ്. ഇത് മറ്റേ സൗത്ത് അമേരിക്കയിലൊക്കെ കാണുന്ന മൃഗമാണെന്ന് തോന്നുന്നു. അതിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. അതും കോണ്ടം തന്നെ. ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എന്തായാലും ഹോട്ടലിലൊക്കെ ആഹാരം കഴിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ജീരകം, പല്ല് കുത്തുന്ന സാധനമൊക്കെ വയ്ക്കുമല്ലോ. ഇവിടെ അതിനൊന്നും സമയമില്ലെന്ന് അവർ എഴുതിയിട്ടുണ്ട്. സോറി, വി ഹാവ് നോ മീൻസ്, പ്ലീസ് ടേക്ക് എ കോണ്ടം ഇൻസ്റ്റെഡ്. കേട്ടല്ലോ, എത്ര കോണ്ടം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി സൂപ്പർ മാർക്കറ്റ് വരെ തുടങ്ങും കോണ്ടത്തിൻ്റെ. കാരണം ഫ്രീ ആണല്ലോ, എടുത്തുകൊണ്ട് പോകാമല്ലോ. ഇത് തന്നെ ഉണ്ട് മിലിറ്ററി സൈസ്, പൊളിറ്റീഷ്യൻ സൈസ്, കൂപ്പ് ഡെ റാറ്റ് സൈസ്, ഡെമോക്രസി സൈസ്. ഇന്ത്യയിലേക്ക് ഈ ഡെമോക്രസി സൈസ് ആയിരിക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നു. കുറച്ച് പൊളിറ്റീഷ്യൻസ് ഇത് കൊണ്ടുപോയി കൊടുത്താലും തരക്കേടില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി അത് വിതരണം ചെയ്താലും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലെ കോണ്ടങ്ങളാണ് ഇവിടെ. ചൈനയിലെ കോണ്ടങ്ങളാണ് ഈ കാണുന്നത്. ഡോണ്ട് ബി ഷെയിം, ബി ഗെയിം. കോണ്ടം മാനാണ് അദ്ദേഹം, സ്പൈഡർമാൻ പോലെയാണ് കോണ്ടം മാൻ. ഇത് എത്യോപ്യയിലെ കുറച്ച് വലിയ കോണ്ടമായിരിക്കും, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ എം സേഫ് നൗ. കോണ്ടത്തിൽ ഒരാൾ മുങ്ങി നിൽക്കുന്നു. ഇത് ഫ്രാൻസിലെ കോണ്ടം, ജപ്പാനിലെ കോണ്ടം. ഇതൊക്കെ സൈസിനെ പറ്റിയുള്ള സംഭവങ്ങൾ. തായ് നിപ്പോൺ റബ്ബർ, ഇത് തായ്ലൻഡിലായിരുന്നു. അത് പൊട്ടിച്ചാറ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കോണ്ടം കാഴ്ചകളായിട്ട് പറയാവുന്നത്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഈ കാണുന്ന പോലെ ഓപ്പൺ എയറിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇത് ഭയങ്കര ഫേമസ് ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ. അയ്യോ, ഇവിടെ ഇത് ഫ്ലവർ വൈസ് പറഞ്ഞില്ല, അതാ കോണ്ടമാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വരാം. ജിസേ, ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതിനായിട്ട് ചെറിയൊരു സ്റ്റേജൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം ഇവിടുത്തെ ലാംപ് ഷെയ്ഡാണ്. ഇത് കണ്ടല്ലോ, എത്ര വലിയ കോണ്ടങ്ങളാണ്. ഇത് ആനയുടെ കോണ്ടമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്തരത്തിലുള്ള കോണ്ടങ്ങളാണ് ഈ തൂങ്ങി കിടക്കുന്നത്. ഇത് മുഴുവൻ ലാംപ് ഷെയ്ഡാണ്. ഇതൊരു ഓപ്പൺ സ്പേസാണ്, ഫുൾ ഓഫ് ട്രീസ്. കണ്ടല്ലോ, മനോഹരമായ ചെടികളൊക്കെയാണ്, മരങ്ങളുമൊക്കെ വെച്ചിട്ട് അതിനകത്തിരുന്ന് കഴിക്കാം. ഇവിടെ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പോലും ചൂട് തീരെ ഇല്ല. ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയും ഈ ഒരു സംഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഭയങ്കര രസമാണ് ഈ സ്ഥലം. ഞാൻ അന്ന് കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ വൈകുന്നേരം വന്നിരുന്നു. നല്ല ലൈറ്റപ്പൊക്കെയാണ്. മുഴുവൻ ഈ ഒരു ഇതിൽ നിന്നുള്ള ലൈറ്റുകളാണ് കാണുന്നത്. ഇതൊരു സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ വൈകുന്നേരം നമുക്കിന്ന് എവിടെ നിന്ന് കഴിക്കണം, നമുക്ക് കോണ്ടം ഹോട്ടലിൽ പോകാം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ സദാചാരത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഫാമിലിയൊക്കെ ധാരാളം വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ
ചെറിയ പൈസയൊക്കെയാണ് ബാക്കി ബില്ലടച്ച് കിട്ടാനുള്ളെങ്കിൽ അതിന് പകരം കോണ്ടമാണ് തരിക. അതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ ആ തരത്തിൽ രസകരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ സ്ഥലം. ക്യാപ്റ്റൻ കോണ്ടം എന്നാണ് ബാറിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കോണ്ടോലിസയാണോ മോണോലിസയാണോ എന്ന് അറിഞ്ഞോണം. നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് വിരവൈദ്യ, ഈ സ്ഥാപനത്തിൻ്റെ ഉടമ, എൻജിഒയുടെ ഉടമ. ഇത് കണ്ടല്ലോ, മോണോലിസയുടെ കയ്യിൽ കോണ്ടം വെച്ചിട്ടുണ്ട്. അതാണ് കോണ്ടോലിസ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഷിപ്പിൻ്റെ പായടക്കമുള്ള എല്ലാ സാധനങ്ങളും കോണ്ടമാണ്. ഇതെല്ലാം കോണ്ടമാണ് കൊടുത്തിരിക്കുന്നത്. ബാങ്കോക്ക് പോസ്റ്റിലൊക്കെ ഇതിനെപ്പറ്റി വന്നിരിക്കുന്ന ആർട്ടിക്കിളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇത് കണ്ടല്ലോ, ഈ വലിയ ലാംപ് ഷെയ്ഡ് അടക്കമുള്ള എല്ലാം കോണ്ടമാണ്. തന്നെയല്ല ഇവിടെ പെരുംജീരകത്തിന് പകരം കോണ്ടം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉരുണ്ട കോണ്ടം അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കോണ്ടമല്ല കേട്ടോ, ഇത് റോസാപ്പൂവാണ്. ഇവിടെ ഇപ്പം ബാർ തുറക്കുന്ന സമയമായിട്ടില്ല. കോഫി ആൻഡ് കോണ്ടംസ് എന്ന് എഴുതിയതാണല്ലോ. ക്യാൻ യു സ്വിച്ച് ഓൺ ദ ലൈറ്റ്? യെസ്. അതോടെ ഞാനൊന്ന് ലൈറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്, ലൈറ്റ് ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. താങ്ക് യു. ഇതാ ഇവിടെ എല്ലാം കോണ്ടങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ലക്ഷക്കണക്കിന് കോണ്ടങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറിൽ വന്നിരുന്ന് കോണ്ടങ്ങൾ നോക്കി സംതൃപ്തിയോടുകൂടി നമുക്ക് മദ്യപിച്ചിട്ട് പോകാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കോണ്ടപ്പുര ആണ് നമ്മൾ കാണുന്നത്. മുകളിലത്തെ ലാംപ് ഷെയ്ഡൊക്കെ ഉണ്ടോ ജിസ്? പല ഷേപ്പിലും തരത്തിലും നിറത്തിലും ഉള്ളത്. ഫ്ലവർ വൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കോണ്ടം തന്നെ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, സത്യം പറഞ്ഞാൽ, ആ ഒരു ലാംപ് ഷെയ്ഡിൽ കോണ്ടം ഉപയോഗിച്ചിരിക്കുക. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഈ ലാംപ് ഷെയ്ഡ് നല്ല രസമുണ്ട് കോണ്ടത്തിൻ്റെ. പക്ഷേ ഇവിടെ കിട്ടുന്ന മദ്യമൊക്കെ സാധാരണ മദ്യം തന്നെയാണ്. കോണ്ടവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഗ്ലാസ്സൊക്കെയാണ് സാധാ ഗ്ലാസ്സാണ്, കോണ്ടം ഗ്ലാസ്സും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അതായത് ഇതിൻ്റെ മേൽഭാഗത്തും അതുപോലെ താഴെയുള്ള AC റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ടേബിളാണ്. അതുകൂടെ കാണിക്കാം. അത് രസമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ടേബിളിലെ ഗ്ലാസിൻ്റെ അടിയിലും കാണുന്നത് കോണ്ടമാണ്. ഇത് സത്യത്തിൽ നമുക്കൊക്കെ നോക്കാവുന്നൊരു സംഭവം. പല കളറുള്ള കോണ്ടം വാങ്ങിക്കുക, ഓഫീസ് ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കുക. എടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ, അത്ര പറയാനുള്ളൂ. അവിടെ തന്നെ ഇരിക്കണം, പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വൈൻ ഗ്ലാസിൻ്റെ സൈഡ് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള സേഫ് സെക്സിന് പറ്റുന്ന രീതിയിൽ കോണ്ടങ്ങൾ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. കണ്ടോ, പല നിറത്തിലും തരത്തിലും വലിപ്പത്തിലുമുള്ള കോണ്ടങ്ങൾ. ഇവിടെയാണെങ്കിൽ പൊട്ടിക്കാതെ പാക്കറ്റ് തന്നെയാണ്. വണ്ടച്ചെന്ന് പറയുന്നത് ഈ തായ്ലൻഡിലൊരു പ്രധാനപ്പെട്ട കോണ്ടമാണ്. അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്ര രസമെന്ന് നോക്കിയാൽ അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ടേബിളിൻ്റെ അടിയിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥാപനത്തിൽ എവിടെ വന്നാലും നിങ്ങൾ കോണ്ടം കണ്ടേ പറ്റൂ. കാരണം എല്ലായിടത്തും കോണ്ടം കൊണ്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ചൈന, ജപ്പാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കോണ്ടങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിലെ കോണ്ടം കണ്ടിട്ടില്ലെങ്കിൽ അതും കാണിക്കാം. ഇതാ ചെക്ക് റിപ്പബ്ലിക്കിലെ കോണ്ടം. അതൊക്കെയാണ് ഇവിടെ. ഇനി ജസ്റ്റ് നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലത്തെ റെസ്റ്റോറൻറ്റ്, ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റ് മുകളിലുമുണ്ട്. അതുകൂടി എടുക്കാം. ഇത് കണ്ടോ, ഇവിടെ ഓരോരോ ഹോട്ടലുകളൊക്കെ നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോൾ അവർ റിവാർഡ്സ് തരുമല്ലോ. ഇവിടുത്തെ റിവാർഡ്സിൻ്റെ പേര് പോലും കോണ്ടം റിവാർഡ്സ് എന്നാണ്. കണ്ടോ, കോണ്ടം റിവാർഡ്സ്. അപ്പോൾ നമ്മളിത് മുകളിലേക്ക് വരികയാണ്. ഇവിടെ ഒന്നും ആക്റ്റീവ് അല്ല ഇപ്പോൾ, കാരണം രാവിലെ ഉച്ചയ്ക്ക് 1 മണിയായുള്ളൂ. ഇവിടെയൊക്കെ വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഹിസ്റ്ററി ഓഫ് കോൺട്രാസെപ്ഷൻ മ്യൂസിയം. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്ന ഈ വിരവൈദ്യ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടുത്തെയും രസകരമായ സംഭവം എന്ന് പറയുന്നത് ലാംപ് ഷെയ്ഡുകൾ തന്നെയാണ്. നല്ല പച്ചപ്പ്, നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു പഴക്കം തോന്നുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോണ്ടം കൊണ്ടുള്ള ഒരു മുഖാവരണമാണ് ഈ കാണുന്നത്. ഇത് കൊച്ചു കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന കോണ്ടം ഫ്രോക്കാണ്. കോണ്ടം ഫ്രോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. കോണ്ടം ഫ്രോക്ക്
അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും ആക്റ്റീവ്. നിങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളല്ല വൈകുന്നേരം ഫുള്ളാണ് ഇവിടെ. നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോലും വരേണ്ട അവസ്ഥയുണ്ട് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അപ്പോൾ ഇത് വെറുതെ നമ്മളൊരു കോണ്ടം ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു തള്ളേണ്ട ഒരു സംഭവമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു NGO നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. കാരണം സെക്സ് ടൂറിസത്തിൻ്റെ പേര് കേട്ടിരിക്കുന്ന കുപ്രസിദ്ധമായ തായ്ലൻഡിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് പടരാതിരിക്കാനും അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ് പ്രോത്സാഹിപ്പിക്കാനും മറ്റുമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് രസകരമായൊരു മാർഗ്ഗം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അല്ലാതെ നമ്മൾ ഏത് തരത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും രസകരമാവില്ല. പക്ഷേ ഇത് കൃത്യമായി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഹോട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ദ വേൾഡ്സ് അബോർഷൻ ലോസ്, ഓരോ സ്ഥലത്തെ അബോർഷൻ ലോസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം വിരവൈദ്യയെപ്പറ്റി വന്നിരിക്കുന്ന ആർട്ടിക്കിൾസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ കോണ്ടം കിങ് എന്നാണ്. നമ്മുടെ നാട്ടിലാണ് അത്ര നല്ലൊരു വിശേഷമായിട്ട് കരുതില്ല. പക്ഷേ ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. അത്തരം വലിയ സദാചാര ബോധമൊന്നും ഇവർ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ക്യാബേജസ് ആൻഡ് കോണ്ടംസ് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ കഥ. തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കോക്കിലുണ്ടെങ്കിൽ വന്ന് കാണാവുന്ന രസകരമായൊരു സ്ഥലമാണിത്. ദൂരെ ഒന്നും പോകണ്ട. നിങ്ങൾ അശോക് എന്ന് പറയുന്ന BTS അഥവാ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ക്യാബേജസ് ആൻഡ് കോണ്ടംസിലെത്താം. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ രസകരമായ ഇൻറ്റീരിയറാണ്, രസകരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വന്ന് കഴിക്കാവുന്ന ഒന്നാന്തര സ്ഥലമാണ്. ഫുഡാണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല ഗംഭീര ഫുഡുമാണ്. ഞാൻ കഴിഞ്ഞ തവണ കഴിച്ചിട്ട് പോയതാണ്. രാവിലെ 11 മണിക്ക് ഹോട്ടൽ തുറക്കും. അതിനുശേഷം രാത്രി 10:30ക്കാണ് ലാസ്റ്റ് ഓർഡർ. അതുവരെ നിങ്ങൾക്ക് ഇവിടുന്ന് സുഖമായി ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാം. കണ്ടോ, ഇതുണ്ട് സാത്തയൊക്കെ ഉണ്ട്. നല്ല ഗംഭീരമായ കമ്പിൽ കുത്തിയ സാത്തേ എന്ന് പറയുന്ന സംഭവം, ഇന്തോനേഷ്യൻ ഫുഡ്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരിക, കാണുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. ബാക്കി കിട്ടുന്ന കോണ്ടവുമായിട്ട് പോവുക. ഞങ്ങളിപ്പോൾ ഇവിടെ കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ബാക്കി കിട്ടാൻ പോകുന്ന കോണ്ടമായിരിക്കാം. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് പരിപാടി എന്നുകൂടി അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.